നമുക്ക് സദാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഹെറോദോസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവരുടെ പുത്രിമാരിൽ ഒരാളായിരുന്നു അവന്റെ ഭാര്യ. അവളുടെ പേര് എലീശുവ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ സകല കൽപ്പനകളിലും പ്രമാണങ്ങളിലും കുറ്റമറ്റ വിധം ചരിക്കുന്നവരുമായിരുന്നു. അവർക്ക് സന്താനമില്ലായിരുന്നു, കാരണം എലീശുവ വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് സക്കറിയ ദൈവസന്നിധിയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കെ പൗരോഹിത്യ ആചാരപ്രകാരം കർത്താവിന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപമർപ്പിക്കുവാൻ സക്കറിയായ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയം ജനം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ ദൂതൻ ധൂപാർപ്പണ പീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് കാണപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയാധീനനാവുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, കാരണം നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലീശുവ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യോഹന്നാൻ എന്ന് പേര് വിളിക്കണം. നിനക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കും. അവൻ കർത്താവിന്റെ മുമ്പിൽ വലിയവനായിരിക്കും. വീഞ്ഞോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ അനേകരെ തങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിനിഷ്ഠരുടെ വിവേകത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനും രൂപീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന്റെ മുമ്പേ പോകും. സക്കറിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ അവനോട് മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കുവാനും ഈ സദ്വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഇതാ ഇവ സംഭവിക്കുന്ന ദിവസം വരെ നീ നിശബ്ദനും സംസാരിക്കുവാൻ കഴിവില്ലാത്തവനുമായിരിക്കും. എന്നാൽ യഥാകാലം പൂർത്തിയാകാനിരിക്കുന്ന എൻ്റെ വാക്കുകൾ നീ വിശ്വസിച്ചില്ല. ജനം സക്കറിയായെ കാത്തു നിൽക്കുകയും വിശുദ്ധ സ്ഥലത്ത് അവൻ വൈകുന്നതിനെപ്പറ്റി അത്ഭുതപ്പെടുകയും ചെയ്തു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുവാൻ അവന് കഴിഞ്ഞില്ല. വിശുദ്ധ സ്ഥലത്ത് അവനൊരു ദർശനമുണ്ടായി എന്ന് അവർക്ക് മനസ്സിലായി. അവൻ അവരെ ആംഗ്യം കാണിക്കുകയും ഊമയായി തുടരുകയും ചെയ്തു. ദേവാലയ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. ആ ദിവസങ്ങൾക്ക് ശേഷം അവന്റെ ഭാര്യ എലീശുവ ഗർഭിണിയായി. 5 മാസം അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രഹസ്യത്തിൽ കഴിഞ്ഞുകൂടി. മനുഷ്യരുടെ ഇടയിലുള്ള എൻ്റെ അപമാനം നീക്കുവാൻ എന്നെ കടാക്ഷിച്ച നാളുകളിൽ കർത്താവ് എനിക്ക് ഇപ്രകാരം ചെയ്തു തന്നിരിക്കുന്നു. ഞാൻ കുറേ വർഷങ്ങൾ ആശുപത്രിയിൽ ചാപ്ലിനായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഞാൻ പല ആളുകളെയും കണ്ടിരിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർ പറയും, ഞാൻ ഒരു കാലത്ത് കത്തോലിക്കനായിരുന്നു അല്ലെങ്കിൽ കത്തോലിക്കയായിരുന്നു, ഇപ്പം ഞാൻ പള്ളിയിലൊന്നും പോകാറില്ല, എനിക്ക് ഈ ദൈവത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് അവർ പലപ്പോഴും പറയുന്നത്, അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു മകൻ മരിച്ചുപോയി, അല്ലെങ്കിൽ എനിക്കൊരു അസുഖം വന്നിട്ട് മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥന ദൈവസമയത്ത് സാധിച്ചു തന്നില്ല, ഇങ്ങനെയൊരു ദൈവത്തിൽ എന്തിനാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തരാത്ത ഒരു ദൈവത്തിൽ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ചിലർ വിശ്വാസം നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ചിലർ വളരെ നിരാശയിലാണെങ്കിലും വളരെ ബുദ്ധിമുട്ടിലാണെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ദൈവം എന്തുമാണെങ്കിലും സമയത്ത് തരുകയോ തരാതിരിക്കുകയോ ചെയ്യട്ടെ, ഞാൻ ദൈവത്തോട് വിശ്വസ്ത പുലർത്തുമെന്ന് പറഞ്ഞ് ജീവിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരാളായിരുന്നു സക്കറിയായും എലീശുവായും. അപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ആകസ്മികമായ ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ പരിചയത്തിനായിട്ട് സഭ വയ്ക്കുക. ഇവിടെ സക്കറിയായും എലിസബത്തും അത് അപ്രതീക്ഷിതമായിട്ട്
ഒരു വലിയ സദ്വാർത്തയാണ് അവരറിയുന്നത്. ആ സദ്വാർത്തകളുടെ ഒരു കാലഘട്ടം കൂടിയാണ് ഈ മംഗലവാർത്താ കാലം നമ്മൾ ഇന്ന് ആരംഭിക്കുക. അഹ്റോന്റെ വംശത്തിൽപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു ഈ സക്കറിയ എന്ന് പറയുന്നുണ്ട്. അതായത് ലേവി വംശജരാണ് പുരോഹിതന്മാരായിട്ട് വരിക. അതിൽ പ്രധാന പുരോഹിതന്മാരാകുന്നതൊക്കെ അഹ്റോന്റെ പിൻഗാമികളായിരിക്കണം. അതായത് മോശയുടെ സഹോദരനായിരുന്ന അഹ്റോൻ. അതുപോലെ തന്നെ രാജാക്കന്മാര് ദാവീദ് രാജാവിന്റെ വംശത്തിൽപ്പെട്ടവരുമായിരിക്കണം. ഇനി അങ്ങനെ പുരോഹിതന്മാരായിരുന്ന ആളുകൾ, അതായത് സീനായ് മലയുടെ താഴ്വരയിൽ വെച്ച് ജനങ്ങൾ പാപം ചെയ്തപ്പോഴാണ് അതുവരെ കുടുംബനാഥന്മാര് പുരോഹിതന്മാരായിരുന്നെങ്കിൽ അത് മറ്റു ഗോത്രങ്ങളിൽ എടുത്ത് ദൈവത്തോട് മാത്രം വിശ്വസ്ത വളർത്തുവാൻ തയ്യാറായി വന്ന ലേവി വംശജരെ ദൈവം ഏൽപ്പിക്കുന്നത്. അങ്ങനെ വരുന്ന ആ ലേവി വംശജരിലെ പുരോഹിതന്മാരായി വന്നപ്പോൾ ഒരു അനവധി ആളുകളായപ്പോൾ ദാവീദ് രാജാവ് അവരുടെ ക്രമീകരണം വരുത്തി. ആരാണ് ദേവാലയത്തിൽ ധൂപാർപ്പണം നടത്തുന്നത്? കാരണം രാവിലെ വൈകുന്നേരവും ബലിയർപ്പണം നടത്തും, മൃഗങ്ങളെ ബലിയർപ്പിക്കും. പിന്നെ രാവിലെ ബലിയർപ്പണത്തിന് മുൻപായിട്ടും വൈകുന്നേരം ബലിയർപ്പണത്തിന് ശേഷവും ധൂപാർപ്പണം നടത്തണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ആളുകളെ പുരോഹിതന്മാർ അനവധിയായതുകൊണ്ട് അവരെ 24 ഗണങ്ങളായിട്ട് തിരിച്ചു. ആ 24 ഗണങ്ങൾക്ക് ഓരോ 2 ആഴ്ച വീതം ഒരാണ്ടില് അവർക്ക് ധൂപാർപ്പണം നടത്താം. അങ്ങനെ 24 കൊണ്ട് 48 പോയിട്ട് ഒരാണ്ടില് പിന്നെ വരുന്ന 4 ആഴ്ചകൾ അത് പ്രധാനപ്പെട്ട തിരുനാളുകൾ, പെന്തക്കോസ്താ തിരുനാള്, കൂടാര തിരുനാള്, പെസഹ തിരുനാള്, അതിന് എല്ലാ പുരോഹിതന്മാരും ശുശ്രൂഷയ്ക്ക് വരണം. അല്ലാത്ത ദിവസങ്ങളിൽ ഇപ്രകാരമാണ് ഓരോ ഗണത്തിൽപ്പെട്ടവർക്കാണ് നിശ്ചയിക്കുക. അങ്ങനെ അബിയായുടെ ഗണത്തിൽപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു ഈ സക്കറിയ. പക്ഷേ അതും എല്ലാ പുരോഹിതന്മാർക്കും ധൂപാർപ്പണം നടത്താൻ പറ്റുകയില്ല. ഒരു സമയത്ത് ഒരാളെ കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് അവർ നിശ്ചയിക്കുന്നത് നറുക്കിട്ടാണ്. അങ്ങനെയാണ് അബിയായുടെ ഗണത്തിൽപ്പെട്ട സക്കറിയായ്ക്ക് ദൈവനിയോഗപ്രകാരം നറുക്കിട്ട് ആ ബലിവേദിയിൽ അല്ലെങ്കിൽ ധൂപാർപ്പണ പീഠത്തിൽ എത്തുവാനായിട്ട് ഇടയായത്. ഇനി എലിസബത്തിനെ കുറിച്ച് പറയുന്നത് അവള് അഹ്റോന്റെ പുത്രിമാരിൽ ഒരാളായിരുന്നു. അഹ്റോന്റെ പുത്രന്മാര് എന്ന് പറയുമ്പോൾ ദാവീദിന്റെ പുത്രനാണ് ഈശോ എന്ന് പറയുന്ന പോലെയാണ്. എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ നേരിട്ടുള്ള പുത്രനല്ല, ദാവീദിന്റെ ആ വംശാവലിയിൽപ്പെട്ടയാളാണ്. അതുപോലെ തന്നെ പുരോഹിതനായിരുന്ന പ്രധാന പുരോഹിതനായിരുന്ന അഹ്റോന്റെ വംശാവലിയിൽപ്പെട്ട മകളായിരുന്നു. കാരണം അന്നൊരു ഈ വംശാവലി സൂക്ഷിച്ചു വെക്കും, ഫാമിലി ട്രീ. കാരണം പുരോഹിതനും അതുപോലെ തന്നെ രാജാവും ആകുന്നത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ നിന്ന് ആയിരിക്കണം. പക്ഷെ ഇവരങ്ങനെ അഹ്റോന്റെയും അബിയായുടെയും ഗണത്തിൽപ്പെട്ടവരാണെങ്കിലും സക്കറിയായ്ക്കും എലിസബത്തിനും മക്കളില്ലായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അത് സന്താനം സമയത്ത് വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചിട്ട് കഴിയുന്നത്ര സന്താനങ്ങൾ ഉണ്ടാകണം. ആ സന്താനങ്ങൾ ഉത്തരവാദിത്വത്തോടെ നടത്തണം. ആ സന്താനങ്ങൾക്കാണ് അവർക്ക് നിശ്ചയിക്കപ്പെട്ട സമ്പത്തിന്റെ അവകാശികൾ. അപ്പൊ അതില്ലാതെ പോകുമ്പോൾ അവർക്ക് വളരെ സങ്കടമാണ്. അത് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനകരമാണ്. അതുകൊണ്ടാണ് എന്റെ അപമാനം ദൈവം മാറ്റി തന്നു എന്ന് എലിസബത്ത് പറയുക. അതുപോലെ തന്നെ അത് അവരുടെ വലിയ ദൈവശിക്ഷയായിട്ട് പോലും ചില ആളുകൾ കണക്കാക്കിയിരുന്നു. അങ്ങനെ വേണമെങ്കിൽ ഈ സക്കറിയായ്ക്ക് എലിസബത്തിനെ ഡിവോഴ്സ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വിവാഹമോചനം നടത്തുവാനുള്ള അവകാശം പോലുമുണ്ട്. കാരണം തനിക്ക് സന്താനത്തെ ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു സ്ത്രീയെ ലഭിക്കുവാൻ വേണ്ടി. അങ്ങനെയാണല്ലോ അബ്രഹാം സാറായിക്ക് സന്താനമില്ലാതെ വന്നപ്പോൾ സാറ പറയുന്നുണ്ട്, നീ എൻ്റെ ദാസിയിൽ നിന്ന് മകനെ ജനിപ്പിക്കാൻ. അങ്ങനെയാണ് ഇസ്മായിൽ ഉണ്ടാകുന്നത്. ഇവിടെയും അതുപോലെ തന്നെ അബ്രഹാത്തിന്റെയും സാറായുടെയും ജീവിതത്തിൽ ഉണ്ടായ അതുപോലെയുള്ള ഒരു അനുഭവമാണ് ഇവിടെ സക്കറിയായ്ക്കും എലിസബത്തിനും ഉണ്ടാവുക. എങ്കിലും അവർ ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് നീതിനിഷ്ഠരായിട്ട് അവര് ദൈവ തിരുമുമ്പിൽ കഴിയുകയാണ്. അങ്ങനെ കഴിയുന്ന അവസരത്തിലാണ് ഈ മാലാഖ പ്രത്യക്ഷപ്പെടുക. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ എന്ന് പറയുന്ന മാലാഖ ബലിപീഠത്തിന്റെ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തോട് ഈ സദ്വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവന് കൊടുക്കേണ്ട പേര് ദൈവം തന്നെ നിശ്ചയിക്കുകയാണ്. സാധാരണഗതിയിൽ പരമ്പരാഗതമായിട്ടാണ് നമ്മളെ പേരുകൾ നിൽക്കുക. വല്യപ്പന്റെ പേരാണ് സാധാരണഗതിയിൽ കുഞ്ഞുങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ വല്യമ്മയുടെ പേര് കൊടുക്കുക. ആ ഒരു പാരമ്പര്യമാണെങ്കിലും ഇവിടെ ദൈവം പേര് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പ്രത്യേകമായ ചില ദൗത്യങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മക്കളാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുക. അതുപോലെ തന്നെയാണ് മാമോദീസായ്ക്കും പുരോഹിതനാണ്, മാമോദീസ മുക്കുന്ന കാർമ്മികനാണ് ഈ കൊച്ചിന് പേര് വിളിക്കേണ്ടത്. അങ്ങനെ പേര് വിളിക്കുമ്പോൾ അവൻ ദൈവം അവനെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഇവിടെ യോഹന്നാൻ എന്ന പേരാണ് ദൈവം കൊടുക്കുന്നത്. കാരണം ദൈവം കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദൈവം കാരുണ്യം കാണിച്ചിരിക്കുന്നത് സക്കറിയായോടും എലിസബത്തിനോടും മാത്രമല്ല, ഇസ്രായേലിനോടും
കൂടിയാണ്. കാരണം ഒരു നൂറ്റാണ്ടുകളായിട്ട് ഇസ്രായേൽ ജനം ഇങ്ങനെ രക്ഷകന്റെ വരവ് ആദാമിനോട് ഹവ്വായോട് ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷകന്റെ വരവിന് വേണ്ടി അവര് ദൈവത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ ഈ ശിശുവിനെ പറ്റിയുള്ള ധാരാളം പ്രവചനങ്ങൾ നടക്കുന്നുണ്ട്. അവൻ വലിയവനായിരിക്കും, അവന് അനേകരെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആനയിക്കും, അവന് നസിറേറ്റ് വ്രതം, അതായത് അവന് മദ്യം ഉപയോഗിക്കുകയില്ല, അവൻ മുടി മുറിക്കുകയില്ല, അവൻ ശവശരീരത്തെ തൊടുകയില്ല. അങ്ങനെ ഒരു സന്യാസിയായിട്ട് ജീവിക്കുന്ന ഒരു പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അവനെ പറ്റിയുള്ള വാക്കുകളെല്ലാം ഈ മാലാഖ അറിയിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് മറിയത്തോടും ഈശോയെ കുറിച്ച് പറയുമ്പോഴും അവൻ വലിയവനായിരിക്കും, ദാവീദിന്റെ സിംഹാസനത്തിൽ അവന് ഉപവിഷ്ടനാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പറയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചും ദൈവത്തിന് ഒരു കണക്കുണ്ട്. നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ സംബന്ധിച്ചുള്ള ചില ദൗത്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദൗത്യങ്ങളാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. നമുക്ക് നൽകപ്പെടുന്ന ഓരോ ശിശുവിനെ സംബന്ധിച്ചും ദൈവം ഉത്തരവാദിത്വത്തോടെ മാതാപിതാക്കന്മാരെ ഏൽപ്പിക്കുമ്പോൾ ആ ശിശു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെ പറ്റി നേരത്തെ തന്നെ അവന്റെ ജാതകം എഴുതിയിട്ടുണ്ട്. ഹിന്ദുക്കൾക്കുള്ള ജാതകം എഴുതുന്ന സമ്പ്രദായമുണ്ട്, നമുക്കതില്ല. എങ്കിലും ദൈവത്തെ സംബന്ധിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഫുൾഫിൽ ചെയ്യത്തക്ക വിധത്തിൽ മക്കളെ പരിശീലിപ്പിക്കുവാനുള്ളതായ ഉത്തരവാദിത്വമുണ്ട്. എങ്ങനെയാണ് ഈ സ്നാപക യോഹന്നാൻ ഇപ്രകാരം നസിറേറ്റ് വ്രതമുള്ള ഒരു സന്യാസിയായി ജീവിക്കുവാൻ ഇടയായത് എന്നതിനെ സംബന്ധിച്ച് ബൈബിൾ പണ്ഡിതന്മാർ നടത്തുന്ന ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ നിഗമനം ഇതാണ്. നമുക്കറിയാം, 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ എല്ലാം വധിക്കണമെന്ന് മഹാനായ ഹെറോദസ് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈശോയെ കൊണ്ട് മാതാപിതാക്കന്മാര് താമസിച്ചിരുന്നത് നസറത്തിലല്ല, ഒരു ബെത്ലഹേമിലാണ്. ബെത്ലഹേം എന്ന് പറയുന്നത് സൗത്തിലാണ്, ജെറുസലേമിന് സമീപത്തുള്ള പ്രദേശമാണ്. അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാൻ കുറെ കൂടി എളുപ്പമാണ്. എന്നാൽ ഇവിടെ യൂദയായിലുള്ള സക്രിയായ എലിസബത്ത് വാർദ്ധക്യം ധരിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കുഞ്ഞിനെയും കൊണ്ട് ഒളിച്ചോടി വേറൊരു രാജ്യത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പുരോഹിതന്മാരായിരുന്ന അല്ലെങ്കിൽ പുരോഹിത ഗണത്തിൽപ്പെട്ടിരുന്നതായ ഈ ആളുകള് അവർ പോയത്, നിങ്ങൾ ഹോളിലാൻഡിൽ പോയിട്ടുള്ളവർക്കറിയാം, ചാവുകടലിന്റെ തീരത്ത് SNS കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഗുഹയിൽ താമസിച്ചിരുന്നു. ഈ SNS കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പഴയ കാലത്ത് ഈശോയുടെ കാലഘട്ടത്തിലുള്ള പുരോഹിത വംശമാണ്. അതായത് യഥാർത്ഥ പുരോഹിതന്മാര്, അതായത് അക്കാലത്ത് പുരോഹിതന്മാർ കറക്റ്റായിരുന്നു. കാരണം റോമക്കാരുമായിട്ടുള്ള ഉടമ്പടി പ്രകാരം ഒക്കെ സ്ഥാനങ്ങൾ എടുത്തവരാണ്. എന്നാൽ രക്ഷകന്റെ വരവ് വേഗം ഉണ്ടാകും. നിലവിലുള്ള ആ പുരോഹിതന്മാരുടെ നടപടിക്രമത്തിനോട് യോജിപ്പുള്ളവരാണ് സന്യാസം പോലെ ഈ ഗുഹകളിൽ താമസിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. ആ ഭാഗത്തേക്കാണ് സ്നാപക യോഹന്നാനെ കൊണ്ട്, ശിശുവായിട്ടുള്ള സ്നാപകനെ കൊണ്ട് മാതാപിതാക്കന്മാർ പോവുകയും കാലഘട്ടത്തിൽ അധികം താമസിക്കാതെ അവർ മരിക്കുകയും ആ കുഞ്ഞിന്റെ സംരക്ഷണം ഈ സന്യാസിമാരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ സന്യാസ ശൈലിയിലാണ് അവരെ ആദ്യം മുതലേ വളർത്തുന്നത്. അതുകൊണ്ടാണ് അവൻ മരുഭൂമിയിലാണ് അവൻ പ്രസംഗിക്കുന്നത്. അവൻ ഗ്രാമങ്ങളിലേക്കൊന്നും പോകാറില്ല, ആരുടെ വീടുകൾ സന്ദർശിക്കാറില്ല. അവന്റെ അടുക്കലേക്കാണ് ആളുകൾ വരിക. കാരണം വളരെ തീക്ഷ്ണതയുള്ള, വളരെ ടച്ചിങ് ആയിട്ടുള്ള പ്രസംഗങ്ങളാണ് പറയുക. അവൻ ആർക്കും ഒരു അത്ഭുതവും ചെയ്തു കൊടുത്തിട്ടില്ല. പക്ഷേ അവന്റെ പ്രസംഗം കേൾക്കാൻ ചില ധ്യാനഗുരുക്കന്മാരുടെ അടുക്കലേക്ക് ആളുകൾ ഓടുന്നത് പോലെ ഈ ഹീലിംഗിന് വേണ്ടിയൊന്നുമല്ല, വചനം കേൾക്കാൻ വേണ്ടി, മനസ്സാന്തരത്തിന് വേണ്ടി ആളുകൾ അവന്റെ അടുക്കലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, അവർ പരിശുദ്ധാത്മാവിനാൽ നിറയും. അതെ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവർ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നുണ്ട്. കാരണം മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന അവസരത്തിൽ ഇവന് പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി അമ്മയുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടുന്നുണ്ട്. അനേകരെ അവൻ ദൈവത്തിലേക്ക് മടക്കും. അവൻ ഏലിയാവിന്റെ ചൈതന്യത്തോടുകൂടി വരും. കാരണം ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസം അനുസരിച്ചും അതുപോലെ തന്നെ പ്രവചനം അനുസരിച്ചും കർത്താവിന്റെ വരവിന് മുന്നോടിയായി ഏലിയ വീണ്ടും വരുമെന്ന് പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ആ ഏലിയ പ്രവാചകനല്ല, ഏലിയായുടെ ചൈതന്യത്തോടുകൂടി വരുന്ന മറ്റൊരു പ്രവാചകൻ വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏലിയായുടെ ചൈതന്യത്തോടുകൂടി വരുന്നവരാണ് ഈ സ്നാപകൻ അല്ലെങ്കിൽ ഈ യോഹന്നാൻ. അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തന്നെ സക്രിയയെ അറിയിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് സംശയം, സക്രിയയ്ക്ക് എന്തുകൊണ്ടാണ് സംസാരശേഷി നഷ്ടപ്പെടുന്നത്? അതൊരു ശിക്ഷയാണോ? ശിക്ഷയായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് എങ്കിലും അത് യഥാർത്ഥത്തിൽ അതൊരു അടയാളം കൂടിയായിരുന്നു. അതായത് ഈ സക്രിയ പിന്നീട് ദേവാലയത്തിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ട് എനിക്ക് അവർക്ക് ദർശനമുണ്ടായി, എനിക്ക് ഒരു ശിശു ജനിക്കും, അവൻ ഇപ്രകാരമൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുകയല്ല, എലിസബത്ത് വിശ്വസിക്കുകയല്ല. പക്ഷേ ഇവൻ മൂകനായി, അവൻ വരാൻ താമസിക്കുന്നു, അവൻ മൂകനായിരിക്കുന്നു, അവൻ സംസാരശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരെല്ലാം അവരിൽ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ആ ശിശുവിന്റെ ജനനത്തിൽ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നൈരാശ്യം ഉണ്ടാകുന്ന കാലഘട്ടം
കാലഘട്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മൾ അപ്പോഴും ദൈവത്തെ കൈവിടാൻ പാടില്ല. നമ്മൾക്ക് കാരണം നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോഴും ദൈവം നമ്മളെ കൈവിടുന്നില്ല. കാരണം നമ്മുടെ മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ പരീക്ഷകളാണ്. പരീക്ഷകൾ ഉൾപ്പെടാതിരിക്കാനല്ല നമ്മൾ പ്രാർത്ഥിക്കുക, പരീക്ഷകളിൽ വീണു പോകാതിരിക്കാനാണ്. പരീക്ഷകളിൽ ഞങ്ങൾ വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ, പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ യോബിന്റെ കഥയിൽ നാം വായിക്കുന്നത് പോലെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവന്റെ ഭാര്യയും കൂട്ടുകാരും ഒക്കെ പറഞ്ഞു, നീ ദൈവത്തെ തള്ളി പറയാൻ പറഞ്ഞപ്പോൾ അവൻ ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അതാണ് സക്കറിയായുടെയും എലിസബത്തിന്റെയും ജീവിതത്തിൽ നമ്മൾ കാണുക. അതുകൊണ്ട് തന്നെ നമ്മളുടെ നിരാശ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അത് ഫലപ്രദമായ രീതിയിൽ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് ഉപയോഗപ്പെടുത്തണം. മറ്റൊന്ന്, നമ്മൾ മറ്റുള്ളവരെ വിധിക്കരുത്. ലോകം മുഴുവനും സക്കറിയായെയും എലിസബത്തിനെയും പുച്ഛത്തോടെ കണ്ടു. കാരണം ഇവർ കാര്യം പുരോഹിത ഗുണമാണ്, ദൈവത്തിന്റെ പ്രമാണങ്ങളും കൽപ്പനകളും എല്ലാം പാലിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നാ കിട്ടിയത്? ഇതാണ് ആളുകൾ അവരോട് ചോദിച്ചത്. ചിലപ്പോൾ നമ്മളോട് ആളുകൾ ചോദിക്കും, നീ അങ്ങനെ വലിയ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദശാംശം കൊടുക്കുന്നുണ്ട്, എന്നിട്ട് നിനക്കൊക്കെ എല്ലാം കിട്ടിയ ഞങ്ങളൊക്കെ അതിനേക്കാൾ നല്ല തുടച്ചു കൊടുത്ത് ബിസിനസ്സിലൊക്കെ ഇഷ്ടംപോലെ കാശ് ഉണ്ടാക്കി ജീവിക്കുന്നു. ഇല്ല, അത് നമ്മൾ ആരെയും വിധിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം ദൈവത്തിന് ഓരോ പദ്ധതിയുണ്ട്. അത് നമ്മൾ ദൈവത്തിന്റെ നിയോഗം അനുസരിച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ജനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ വിലപ്പെട്ടവരാണ്. ദൈവത്തിന് അവരെ സംബന്ധിച്ച് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്കനുസരിച്ച് വിശ്വാസത്തിലും ധാർമ്മികതയിലും അവരെ വളർത്തുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവസാനമായിട്ട് നമ്മൾ ഈ ആഗമന കാലഘട്ടം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഭൗതിക ലോകം ആഘോഷങ്ങളുടെ സമയമായിട്ടാണ് കാണുക. അതായത് ക്രിസ്മസിന്റെ ആഘോഷം, എല്ലായിടത്തും ഡെക്കറേഷൻ ഉണ്ട്, ഇലുമിനേഷൻ ഉണ്ട്, നല്ല സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്, കേക്ക് മുറിക്കുന്നുണ്ട്. അതിനുള്ള സമയം ക്രിസ്മസ് ആകുമ്പോഴാണ്. ഈ ആഗമന കാലം എന്ന് പറയുന്നത് 25 നോമ്പെന്നാണ് പറയുക. ഈ നോമ്പിൻ്റെതായ അരൂപിയിൽ തന്നെ കാലഘട്ടമായിട്ട് ചെലവഴിക്കേണ്ട സമയമാണ്. അതുകൊണ്ടാണ് വിവാഹം എന്ന കൂതാശയൊക്കെ ഈ ആഗമന കാലത്തും അല്ലെങ്കിൽ ഈ നോമ്പ് കാലത്ത് 25 നോമ്പിലും 50 നോമ്പിലും പാടില്ല എന്ന് പറയുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുങ്ങുന്നത് ഈശോയുടെ ക്രിസ്മസ് ആഘോഷിക്കുവാനല്ല, മറിച്ച് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയാണ്. ഇസ്രായേൽ ജനം എങ്ങനെ രക്ഷകന്റെ വരവിന് വേണ്ടി കാത്തിരുന്നോ, അതുപോലെ വിധികർത്താവും ഭരണകർത്താവുമായിട്ട് വരുവാനിരിക്കുന്ന നമ്മുടെ കർത്താവിശ്വസിക്കായുടെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ഇസ്രായേൽ ജനം ആദിമസഭ പ്രത്യാശയോടെ കാത്തിരുന്നോ, അതേ ചൈതന്യത്തോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. ആദിമസഭ നമുക്കറിയാം നൂറ്റാണ്ടുകളോളം വളരെയേറെ മതമർദ്ദനങ്ങളിലൂടെ കടന്നുപോയപ്പോഴാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയിലൂടെ പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടായി. അതുകൊണ്ടൊരു ട്വിസ്റ്റാണ് സക്കറിയായുടെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു ട്വിസ്റ്റ് കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തോടെ ഉണ്ടാകും. അപ്പോഴാണ് നീതി മാത്രം നടപ്പിലാക്കുന്ന തിന്മകളൊന്നുമില്ലാത്ത ഒരു രാജ്യം, ഈശോയുടെ രാജ്യം സ്ഥാപിതമാകുക. അതിനുവേണ്ടി നമ്മുടെ പ്രത്യാശയോടുകൂടി ഒരുങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ 25 നോമ്പ്. ആ ഒരു ചൈതന്യത്തോടുകൂടി ജീവിക്കുവാനും നമുക്ക് കൂടുതൽ ആത്മീയമായ നവീകരണത്തിനായിട്ട് സ്ഥാപനത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും ശ്രമിക്കണം.